ഒരു ഇടിവെട്ട് പ്രോമോ വന്നിട്ടുണ്ട് മക്കളെ. കൂടുതലൊന്നും വിസ്തരിക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഈ ഒരു ഐറ്റം. നമ്മളായിരിക്കാം അത്, പക്ഷെ ഇത് ഏറ്റവും ലേറ്റ് ആയിട്ട് കാണുന്നത്. ഒന്നും പറയാനില്ല, 6 വൈൽഡ് കാർഡുകളും ഒന്നിനൊന്ന് മെച്ചം. ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് തുടക്കം കുറിക്കാനുള്ള പുറപ്പാടാണ് എന്ന് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസ് ഇത്തവണ. പുതിയവരും പഴയവരും എല്ലാം കൂടെ ഫുൾ അംഗം വെട്ട സീനായിരിക്കും ലൈവിലൊക്കെ. പ്രോമോയിൽ ആദ്യം കാണിക്കുന്നത് മിസ്റ്റർ കെ ആയിട്ടുള്ള അഭിഷേക് ജയദീപിനെയാണ്. പുള്ളിയുടെ ടാർഗറ്റ് റസ്മിൻ ആണെന്ന് തോന്നുന്നു. അവരെന്താ ലേഡി ബിഗ് ബോസ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടാർഗറ്റ് ജാൻമോണി ആവാൻ വേറെ സാധ്യതയുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് DJ സിബിൻ, പുള്ളി ടാർഗറ്റ് ചെയ്യുന്നത് ഗബ്രീനെയാണ്. പ്രേമം ഉണ്ടെങ്കിൽ അതങ്ങ് സമ്മതിക്കണം, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറയുന്നു. ആള് രസികനാണ്, പൊളിക്കുമെന്ന് തോന്നുന്നു. ഗബ്രിയാണ് ടാർഗറ്റ്. ഇത് കഴിഞ്ഞ് അഭിഷേക് ശ്രീകുമാറിനെ കാണിക്കുന്നുണ്ട്, മറ്റേ ഗെയിം വിരോധി. പുള്ളി വലിയ മാസൊക്കെ അടിക്കുന്നുണ്ട്. ട്രിഗറിംഗ് ഇസ് എ പാർട്ട് ഓഫ് ദി ഗെയിം ബട്ട് ചീത്തവിളി ഇസ് നോട്ട് എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയാണ് പുള്ളിയുടെ ടാർഗറ്റ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മുടെ പൂജ കൃഷ്ണ പറയുന്നുണ്ട്, ഇന്റർവ്യൂവർ, എനിക്ക് കള്ളം പറയുന്നവരെ തീരെ ഇഷ്ടമില്ല എന്ന്. ജിൻഡോ ആണ് ടാർഗറ്റ്, ഒരു സംശയമില്ല കാര്യത്തില്ല. പിന്നെ നമ്മുടെ സീക്രട്ട് എഴുന്നിട്ട് മീശയൊക്കെ വെച്ചൊരു പോലീസുകാരൻ ലുക്കിലാണ്, തിരിച്ചറിയാനേ പറ്റുന്നില്ല ഇത് ആരാണ് എന്നൊക്കെ തോന്നിപ്പോയി. അതവിടെ നിൽക്കട്ടെ. പുള്ളി പറയുന്നുണ്ട് അവർ ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഡേഞ്ചർ എന്നാണ്. ഇത് ഒന്നെങ്കിൽ ജാസ്മിൻ ഗബ്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഋഷി അൻസിബ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ടാർഗറ്റ്. സായിയുടെ ഗെയിം കാണാൻ പേഴ്സണലി നല്ല ആകാംക്ഷയുണ്ട്. സായി ആരുടെയൊപ്പം നിൽക്കും അല്ലെങ്കിൽ ആരെ ടാർഗറ്റ് ചെയ്യും എന്നത് കണ്ടു തന്നെ അറിയണം. ഇത് കഴിഞ്ഞ് നന്ദന എന്ന് പറയുന്ന ഒരു കോമണറിനെ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് നിർത്തിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ അവളെ പിടിച്ച് പുറത്താക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ലാലേട്ടന്റെ അടുത്ത്. അതൊക്കെ ഇച്ചിരി ഓവറാണ്. ഈ പുറത്താക്കാൻ ഇവരാര്, ബിഗ് ബോസോ? അപ്പൊ ഇത്രയുമായിരുന്നു പ്രോമോ. നമ്മള് ഇതല്ല, ഇതിനപ്പുറം കേട്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഈ 6 സീസണുകളായിട്ട്. ഇപ്പോഴും 2 വൈൽഡ് കാർഡ് എൻട്രികൾ മാത്രമാണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയതായി അല്ലെങ്കിൽ ഗെയിം ചേഞ്ച് ചെയ്തതായി എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തില്. പോളിഫറോസ് പിന്നെ റിയാസ് സലീം, ഇവരാണ് ഒരു ഗെയിം ചേഞ്ചിങ് നടത്തിയിട്ടുള്ളത്. ഇവരിൽ ഒരാൾ ഈ ഒരു ലിസ്റ്റിൽ കയറും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ ഒരു 6 പേരില് ലാലേട്ടനോട് പറഞ്ഞ വാക്കിനോട് എല്ലാവർക്കും നീതി പുലർത്താൻ സാധിക്കട്ടെ. ശത്രുക്കളായി കരുതി വന്നവരുമായിട്ട് സുഹൃത്തുക്കളാവാതിരിക്കട്ടെ, ഓണമില്ലാവാതിരിക്കട്ടെ, സുഹൃത്തുക്കളായി കരുതി വന്നവരുമായിട്ട് ശത്രുക്കളും ആവാതിരിക്കട്ടെ, ഗെയിം പ്ലാൻ എല്ലാം നടപ്പിലാവട്ടെ. ഒരു കുരുക്ഷേത്ര യുദ്ധമൊക്കെ ഇപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടാവും. നാളെയാണ് നമ്മൾ അതൊക്കെ ലൈവില് കാണുക. നല്ല ആകാംക്ഷയിലാണ് ഇവര് അവിടെ അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്ത് കാണിച്ചു കൂട്ടി എന്ന് കാണാൻ വേണ്ടിയിട്ട്. കണ്ടറിയാം ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുമോ എന്ന്. മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.